നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത്രമാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ്. അഴക് വേണ്ടത് മനസ്സിനാണ്. ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ്. ആത്മവിശ്വാസമാണ് ആഗ്രഹസാഫല്യത്തിൻ്റെ അടിസ്ഥാനം. ബലഹീനത ഇല്ലാത്ത മനുഷ്യരില്ല. മറ്റുള്ളവരെപ്പോലെ കഴിവ് നമുക്കോ നമ്മളെപ്പോലെ കഴിവ് മറ്റുള്ളവർക്കോ ഉണ്ടാകണമെന്നില്ല. അതിനാൽ മറ്റുള്ളവരെ നമ്മളുമായോ നമ്മളെ മറ്റുള്ളവരുമായോ താരതമ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. അഭിനയം കൊണ്ട് വഞ്ചന വിധിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വീണു പോകാതിരിക്കുക. അവർക്കൊക്കെ നമ്മൾ അടുത്ത കഥ തുടങ്ങുന്നത് വരെയുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ലഭിച്ചത് മാത്രമായിരിക്കില്ല അനുഗ്രഹം. നമുക്ക് നഷ്ടപ്പെട്ടതും അനുഗ്രഹമായി മാറാം. പക്ഷേ നാം അത് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു എന്ന് മാത്രം. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആഴത്തെക്കുറിച്ച് കടലിനോട് ചോദിച്ചപ്പോൾ മറുപടി സ്നേഹമായിരുന്നു. ഉയരത്തെക്കുറിച്ച് ആകാശത്തോട് ചോദിച്ചപ്പോൾ മറുപടി നന്മയായിരുന്നു. വിശാലതയെക്കുറിച്ച് മരുഭൂമിയോട് ചോദിച്ചപ്പോൾ മറുപടി മനസ്സായിരുന്നു. ദൂരത്തെക്കുറിച്ച് യാത്രയോട് ചോദിച്ചപ്പോൾ മറുപടി അറിവായിരുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കടലിനോട് ചോദിച്ചപ്പോൾ മറുപടി ചിന്തകളായിരുന്നു. സത്യമുള്ള വാക്കുകളും സ്നേഹമുള്ള ഹൃദയവും ആത്മാർത്ഥമായ മനസ്സുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകളുണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. എല്ലാ മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വീഴ്ചകൾ സാധാരണമാണ്. അത്തരം വീഴ്ചകളിൽ നിന്നുള്ള പാഠങ്ങളാണ് മുന്നോട്ട് വീണ്ടും കുതിക്കുവാനുള്ള പ്രചോദനവും ശക്തിയും നൽകുക. ചില നല്ല നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുതെന്ന് നമ്മൾ കരുതും. ചിലരൊക്കെ എന്നും കൂടെ കാണുമെന്നും കരുതും. പക്ഷേ മനോഹരമായതിനൊക്കെ ആയുസ് കുറവാണെന്ന് കാലം തെളിയിക്കും. ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നതല്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരിക്കുകയുള്ളൂ. ജീവിതത്തിൽ എന്തു നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല. നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയാവുന്നത് സ്നേഹബന്ധങ്ങൾ മാത്രമായിരിക്കും. ബന്ധങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അവ ഇത്രനാൾ നിലനിന്നതിൻ്റെ കാരണങ്ങൾ മറന്നു പോകരുത്. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരുപക്ഷെ മറ്റെന്തിനേക്കാളും നമ്മെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട്.